ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മൈ സ്റ്റാറ്റസ് ആസ് എൻ അസാസിൻ ഒബെക്സ് ലെക്സീസ് ദ ഹീറോസിൻ്റെ എപ്പിസോഡ് നമ്പർ 5 ആണ്. സോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ തുറന്നു കാണുക. സോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കിലിക്ക ഇനിയും ഇവിടേക്ക് വരണം. ഓക്കെ, എന്നാൽ ശരി. അമേലിയെ നല്ലവണ്ണം നോക്കണം. കിലിക്കയെയും ലൈമിനെയും കുറിച്ച് അവർ പറയുമ്പോൾ അവൾക്ക് ബ്ലഷാവും. നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത്, സൂക്ഷിക്കണം. അമേലിയ അക്കിരി സ്ട്രോങ് ആണ്. ഇത് സാധാരണയായി ഒരു അച്ഛനുള്ള ടെൻഷനാണ്. ഞങ്ങളെല്ലാം നിങ്ങളോട് വരാം. വേണ്ട. പിന്നീട് അക്കിരിയും അമേലിയും ഒരു വണ്ടിയിൽ പോവും. നീ എന്താ നൈറ്റ് ഇവരോട് സംസാരിക്കാത്തത്? കുറച്ച് മനുഷ്യരെ ഡീമൺസിനോടും മോൺസ്റ്റേഴ്സിനോടും നന്നായി പെരുമാറുകയുള്ളൂ. ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവേണ്ട എന്ന് പറയും. എൻ്റെ ഐസും ഇയേഴ്സും ഇപ്പോഴും ഡീമൺ ലോഡുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് കാണാൻ സാധിക്കില്ല. എനിക്ക് മാസ്റ്ററിനെ വിട്ടേ ചെയ്യാനുള്ള ഒരു ഉദ്ദേശവുമില്ല. എന്നാലും എന്നെ എന്തിനാ അവിടേക്ക് വിളിച്ചത്? ഡീമൺ ലോഡിന് ആത്മാർത്ഥതയോടെയാണ് തന്നെയാണ് ചെയ്തത്. അമേലിയ ചിലപ്പോൾ ഡീമൺ ലോഡിന് നിങ്ങളുടെ ഫ്രണ്ട് ആകാൻ ആഗ്രഹമുണ്ടായിരിക്കണം. നിങ്ങൾ ചെയ്ത ലാസ്റ്റ് ഫൈറ്റ് കണ്ടിട്ട് നൈറ്റ് അത് ശരിയാണെന്ന് തോന്നുന്നു. ആർക്കും അങ്ങനെ ഷാഡോ മാജിക് ഉപയോഗിക്കാൻ സാധിക്കില്ല. പക്ഷേ നീ ഇത് നല്ലവണ്ണം ചെയ്തു. നൈറ്റ് നിനക്ക് ആ സ്കില്ല് ഷാഡോ ക്ലാഡിന് പേരിടരുതോ? ഓ, അത് നല്ല പേരാണ്. പെട്ടെന്നാണ് അക്കിനെ എന്തോ സെൻസ് ചെയ്യുക. അവൻ വണ്ടി നിർത്താൻ പറഞ്ഞ് ഇറങ്ങും. അമേലിയ എന്ത് പറ്റി? എൻ്റെ ഡിറ്റക്ട് എന്തിനെയോ കണ്ടുപിടിച്ചു. പെട്ടെന്ന് അവിടെ കുറച്ച് കിഡ്നാപ്പേഴ്സ് വരും. ഇത് നിങ്ങൾ തമാശയായി എടുക്കരുത്. അക്കിര അപ്പോൾ ഇവരെയാണല്ലേ ഞാൻ സെൻസ് ചെയ്തത്. അമേലിയെ കണ്ട് അത് 11 പ്രിൻസസ് ആണ്. അവർ നമ്മൾക്കിന്ന് വലിയ ഇരയാണ് കിട്ടിയത്. അക്കിരയെ പോയി അവരെ തട്ടിമാറ്റും. അതും സെക്കൻഡിൽ. അമേലിയ അവളുടെ കെട്ടഴിക്കും. എന്നിട്ട് അവരെ അവിടെ കെട്ടിയിടും. അവരോട് ഇത് ഓഫർ ചെയ്തത് ഡീമൺ ഗ്രാം ആണെന്നാണ് പറഞ്ഞത്. ഒരുത്തൻ ഞാൻ ആ പേര് ഇതിനു മുമ്പ് കേട്ടിരുന്നു. അത് ബീസ്റ്റ് ഫോക്കിലെ വലിയൊരു നാഷനാണ്. അതാണ് ഗ്രാം. അക്കിര ഇവരുടെ സ്ഥലത്തേക്ക് അയക്കും. നമുക്ക് തനിച്ചാണ് പോവേണ്ടത്. പക്ഷേ മെജസ്റ്റി നൈറ്റ്, എനിക്ക് ഈ കാറ്റിൽ ഉപ്പിൻ്റെ മണമടിക്കുന്നു. പിന്നീട് ഇവരെല്ലാം ഒരു കപ്പലിൽ കയറും. ഞാൻ കുറച്ച് വെപ്പൺസും എടുത്തിട്ടുണ്ട് ലെവലപ്പ് ആകാൻ. അമേലിയ, അക്കിര, നിനക്ക് ഇനിയും സ്ട്രോങ്ങർ ആവണോ? കുറച്ചുകൂടി. കമാൻഡർ സാറിനെ കൊന്നവനോട് പകരം വീട്ടാൻ ഒരു പോർട്ട് സിറ്റി ഉണ്ട് ലേബറത്തിൽ. നിനക്ക് അവിടുന്ന് ലെവൽ ഇൻക്രീസ് ചെയ്യാം. പക്ഷെ കുറച്ച് സമയം പിടിക്കും അവിടെ എത്താൻ. നമുക്ക് ഈ ഷിപ്പിൽ എൻജോയ് ചെയ്യാം. പിന്നീട് അമേലിയ, ഞാൻ ആദ്യമാണ് അക്കീര ഷിപ്പിൽ ട്രാവൽ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് എക്സൈറ്റ് ആണ്. അക്കീര ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ബുക്ക് വായിക്കുകയായിരിക്കും. അങ്ങനെ അവർ ബ്രോട്ടിൽ എത്തും. അക്കീര, അപ്പോൾ ഇതാണല്ലേ പോർട്ട് ടൗൺ. ഇവിടെയുള്ള ഹ്യൂമൻസ് ഒക്കെ നന്നായി പണിയെടുക്കുന്നുണ്ടല്ലോ. അവർ നടന്നു പോകുമ്പോഴായിരിക്കും കുറച്ച് ആളുകൾ വന്ന്, ഒരു ഹ്യൂമൻസ് ഇവിടെ എന്താണ് ചെയ്യുന്നത്? അക്കീര അമേലിയയോട് പുറകിലേക്ക് നിന്ന് എന്ന് പറഞ്ഞ് മുമ്പിലേക്ക് നടക്കും. അവരാണെങ്കിൽ നീ ഇന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുമെന്ന് പറഞ്ഞ് ഹീറോയുടെ നേരെ വരും. ഹീറോ അവൻ്റെ സ്കില്ല് ഉപയോഗിക്കും. ഞങ്ങൾ കണ്ണു കാണാൻ സാധിക്കില്ല. എന്താ പറ്റിയത്? നൈറ്റ് മാസ്റ്റർ അത് നന്നായി ഹാൻഡിൽ ചെയ്തു. അവരെന്നിട്ട് പിന്നെയും നടക്കും. അവിടെയുള്ള ആളുകളൊക്കെ നൈറ്റിനെ വിയേർഡായിട്ടായിരിക്കും നോക്കുക. അമേലി, ഇവരെന്താ നമ്മളെ ഇങ്ങനെ നോക്കുന്നേ? അത് ബ്ലാക്ക് കാറ്റ്സിന് അവർക്ക് പേടിയാണ്. ഒരുത്തി ഇവരെ ഒളിഞ്ഞു നോക്കുന്നുണ്ടാവും. അവരെന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാൻ റൂമിൽ വരും. അമേലിയ, നമ്മൾക്ക് രണ്ടാക്കും ഒരു ബെഡ് മതിയായിരുന്നു. അക്കിര, അതിനെന്താ, ഇപ്പോൾ നമുക്ക് 2 ബെഡുണ്ട്. നൈറ്റ്, ഞാനൊന്ന് പുറത്തു കിടക്കാമെന്ന് പറഞ്ഞ് നൈറ്റ് അവിടുന്ന് പോവും. അമേലിയ, താങ്ക്സ് നൈറ്റ്. ഹീറോ അത് കണ്ട് ടെൻഷനാവും. അമേലിയ കുളിച്ച് വരുമ്പോഴത്തേക്കും അക്കിര ഉറങ്ങിയിട്ടുണ്ടാവും. അമേലിയ അക്കിരയ്ക്ക് ഒരു കിസ് കൊടുക്കും. നന്നായി ഉറങ്ങ് എന്ന് പറഞ്ഞ് അവൻ്റെ ബെഡിൽ കിടക്കും. അക്കിര ചിന്തിക്കും, എനിക്ക് ഈ സിറ്റുവേഷൻ ഉറങ്ങാൻ സാധിക്കുന്നില്ല. പിന്നീട് രാവിലെ നൈറ്റ് വന്ന്, ഞാൻ എത്തി. ഇന്നലെ നിങ്ങൾക്ക് ഒരു നല്ല രാത്രിയാണെന്ന് തോന്നുന്നു. അക്കിര നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് അമേലിയ. അവളെ കണ്ടവൻ ഷോക്കാവും. നൈറ്റ് പറയും, വേഗം ഡ്രസ്സ് മാറ്, നമ്മൾക്ക് ഒരു വിസിറ്റർ ഉണ്ട്. എന്നിട്ട് അവൻ വരും. ഇവൻ ക്രോ, ഒരു സ്മിത്ത്. നൈറ്റ്മെയർ അടിയെ ആണ് സമൺ ചെയ്തത്. എനിക്ക് ഇവിടെ വരാതെ മറ്റൊരു ചോയ്സ് ഇല്ലായിരുന്നു. അമേലിയ, അതാരാ? ഞാൻ ഈ കോണ്ടിനെൻറ്റിൽ വരാൻ ചൂസ് ചെയ്തത് ഇവനാണെന്ന്. വേൾഡിലെ ഫൈനസ്റ്റ് സ്മിത്ത്. അക്കിര അവരെ പരിചയപ്പെട്ടും. എനിക്ക് നിങ്ങളുടെ വെപ്പൺസ് കാണണം. നിങ്ങളിത് നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ ഇത് ഫിക്സ് ചെയ്യുമോ? നല്ല ബഡ്ജറ്റും മെറ്റീരിയൽസും ഉണ്ടെങ്കിൽ എനിക്ക് 20 അസാസിനേഷൻ ടൂൾ വേണം. നീ അസാസിനാണോ? നിനക്ക് നല്ല ടാലൻ്റ് ഉണ്ട്, പക്ഷേ എക്സ്പീരിയൻസ് ഇല്ല. എനിക്ക് വിശ്വാസമില്ല നീ ഇത് നല്ലതിന് യൂസ് ചെയ്യുന്നതിൽ. അമേലിയ അത് കേട്ട് ചൂടാവും. നൈറ്റ്, അവന് 2 കാര്യങ്ങൾ അറിയണം. അവനിപ്പോൾ ഒരു സ്മിത്ത് ആണെങ്കിലും ലാസ്റ്റ് ഹീറോസിൻ്റെ പാർട്ടിയിലെ അംഗമായിരുന്നു. അത് കേട്ട് അവർ ഷോക്കാവും. എന്നിട്ട് എന്തൊക്കെ വേണമെന്ന് ഒരു കത്തിൽ എഴുതി വാളും എടുത്തു പോവും. നൈറ്റ്, നല്ലവനാണ്, വിശ്വസിക്കാം. വേറെ ഒരു സ്മിത്തും നിൻ്റെ വെപ്പൺസിനെ കുറിച്ച് ഇൻട്രസ്റ്റ് ആയില്ല.
നീ ഇത് പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കാം. അക്കിര എനിക്ക് ലെവലപ്പ് ചെയ്യണം. എന്നിട്ട് അവരിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തെ മാപ്പൊക്കെ ചെക്ക് ചെയ്യും. അമേലിയ എനിക്ക് ഒരു സഹായം വേണം. ഞാൻ ക്രോവിനെ കണ്ടോട്ടെ. ഓക്കെ എന്ന് അക്കിര പറയും. അവൾ എന്നിട്ട് പോവും. അക്കിര നൈറ്റിനോട് അമേലിയെ ഫോളോ ചെയ്യും. മാസ്റ്റർ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾക്ക് ഇത് ഒന്നുകൂടി റിസർച്ച് ചെയ്യണം. എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് ടെലിപ്പതി വഴി പറയാവുന്നതാണ്. നൈറ്റ് ശരിയെന്ന് പറഞ്ഞു പോവും. പിന്നീട് അമേലിയയും നൈറ്റും ക്രോയിൻ്റെ കൂടെയായിരിക്കും. അവൻ നിങ്ങൾക്കെന്താ വേണ്ടേ? അമേലിയ ഇതിനു മുമ്പത്തെ ഹീറോസിൻ്റെ പാർട്ടിൽ ഡീമൺ ലോഡ് ഡിഫീറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിരുന്നു. ഒരാളെ തിരിച്ചു വരാൻ സാധിച്ചിരുന്നുള്ളൂ. അതെ, നീ അവിടെ നിന്ന് സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഒരുപാട് സ്ട്രോങ് ആണ്. എന്നെ ഫൈറ്റിംഗ് പഠിപ്പിക്കുമോ? അവൻ അത് നിരസിക്കും. അവൾ ഒന്നുകൂടി പറയും, പ്ലീസ് എന്നെ സ്ട്രോങ് ആവാൻ സഹായിക്കണം. എനിക്ക് അക്കിരയുടെ കൂടെ നിൽക്കണമെങ്കിൽ ഇനിയും സ്ട്രോങ് ആവണം. ഞാൻ വെപ്പൺസ് ആണ് ശരിയാക്കുന്നുള്ളൂ. വേറെ ആരെയും ട്രെയിൻ ചെയ്യില്ല. നൈറ്റ് എന്നെയോ മാസ്റ്ററിനോ അല്ല, അമേലിയാണ് സ്ട്രോങ് ആക്കേണ്ടത്. അവൻ നീയാനാണ് ബേസ്റ്റ് വോക്കിൻ്റെ ഫിയർ സിമ്പിൾ. അതാണ് നൈറ്റ് മെയർ ഓഫ് അഡ്ലിയ. അമേലിയ, എന്താണ് ഈ നൈറ്റ് മെയർ ഓഫ് അഡ്ലിയ? നൈറ്റ് പറയും, അത് നടന്നിട്ട് ഇപ്പോൾ ഒരു സെഞ്ചുറി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അഡ്ലിയായിരുന്നു ഏറ്റവും നല്ല സിറ്റി. എന്നിട്ട് പാസ്റ്റ് കാണിക്കും. ഡീമൺ ലോഡ് എന്നെ ഒരു മിഷനിൽ ഈ ടൗണിലേക്ക് അയച്ചു, അതിനെ നശിപ്പിക്കാൻ. എന്നിട്ട് നൈറ്റ് ആ സിറ്റിയെ നശിപ്പിക്കാൻ തുടങ്ങും. ആ ദിവസം എൻ്റെ കൺട്രോൾ ഫുൾ പോയിരുന്നു. അന്ന് ഞാൻ എല്ലാത്തിനെയും നശിപ്പിച്ചു, കുറേ ആളുകളെ കൊന്നു. എന്നിട്ട് നൈറ്റിൻ്റെ കൺട്രോൾ പോയി ആ സിറ്റിയെ ആക്രമിക്കുന്നത് കാണിക്കും. ആ ദിവസം മുതലാണ് ബേസ്റ്റ് വോക്കിലെ ആളുകൾ എന്നെ അഡ്ലിയയുടെ ദുസ്വപ്നം എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ആണ് ബ്ലാക്ക് കാറ്റ്സിനെ അങ്ങനെ കഴുതാൻ തുടങ്ങിയത്. അക്കിര, നീ മറന്നോ? നമ്മുടെ മൈൻഡ് ഇപ്പോഴും കണക്റ്റാണ്. എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കിടക്കും. ഞാനീ പറഞ്ഞത് എനിക്ക് നല്ലതിനല്ല. അന്നത്തെ ചില ചിന്തകൾ ഇപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോൾ മറ്റൊന്നാണ് അനുഭവപ്പെടുന്നത്. അതിനാണ് ഞാൻ എൻ്റെ മാസ്റ്ററിനെ സെർവ് ചെയ്യുന്നത്. അത് വീണ്ടും സംഭവിക്കാതിരിക്കാൻ. നീ അതിന് യോഗ്യനാണോ? അല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിപ്പോൾ അക്കിരിയുടെ ഫെമിലിയർ ആണെന്ന് നൈറ്റ് പറയും. നീ ഫസ്റ്റ് പ്ലേസ് എത്തിയതിൽ എനിക്കൊന്നുമില്ല. പക്ഷേ ഇതിവിടെ അവസാനിക്കുന്നില്ല. പിന്നീട് നൈറ്റും ക്രോയും ഏതൊരു സ്ഥലത്ത് മഴയും കൊണ്ടു നിൽക്കും. അവരുടെ കയ്യിൽ പൂക്കളും ഉണ്ടായിരുന്നു. നൈറ്റ്, നിനക്ക് നിൻ്റെ ഫാമിലിയെ നഷ്ടപ്പെട്ടിരുന്നു. നീ ഇപ്പോൾ എന്നെ കൊല്ലാൻ പോവുകയാണോ? നീ ഡീമൺ ലോഡിൻ്റെ വെറും ഒരു ടൂൾ മാത്രമാണ്. അതുകൊണ്ട് നിന്നെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നീയോ ഡീമൺ ലോഡോ ആണ് എൻ്റെ സിസ്റ്ററിനെ കൊന്നത്. അവൾ അന്ന് പരിക്കു പറ്റിയവരെ സഹായിക്കുന്നതാണ് നോക്കിയത്. അവർക്ക് പേടിയുണ്ടായിരുന്നു നീ പിന്നെയും വരുമോ എന്നതിൽ. ഒരാൾ എന്നിട്ട് ഒരു കൊച്ചുകുട്ടിയെയും കുറച്ചാളുകളെയും അറ്റാക്ക് ചെയ്യും. എന്നിട്ട് അയാൾ അവിടെ നിന്ന് പോവും. പ്രസൻറ്റിൽ ഇതെല്ലാം ആലോചിച്ച് ക്രോ, അവനാണ് എൻ്റെ സിസ്റ്ററിനെ കൊന്നത്. റോയൽ ഗ്രാം ക്ലസ്റ്റർ, എനിക്ക് അവനോട് റിവെഞ്ച് ചെയ്യണം. അമേലിയ, അപ്പോൾ നീ റിവെഞ്ച് ചെയ്തോ? ഇല്ല, എൻ്റെ സിസ്റ്റർ എന്നെ ആ വഴിയിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഞാൻ ഈയിടത്താണ് അത് മനസ്സിലാക്കിയത്. അമേലിയ, അത് മോശമായി. എനിക്ക് നിൻ്റെ സഹായമൊന്നും വേണ്ട എന്ന് ക്രൗ പറയും. നീ ഓരോ എക്സ്ക്യൂസ് പറയുകയാണ്. നീ അവളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ നീ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. ക്രോ, നീ എന്താണ് ഈ പറയുന്നതെന്ന് പറഞ്ഞ് ചൂടാവും. ഞാനും ഇതിലൂടെയാണ് വന്നത്. ഞാൻ എൻ്റെ സെൽഫ് പുറകോട്ട് വലിച്ച് സിസ്റ്ററിനെയാണ് ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞു. പക്ഷേ അക്കിരിയാണ് എൻ്റെ കണ്ണു തുറപ്പിച്ചത്. അവൾ, നീയൊന്ന് പുറത്തു പോ. പിന്നീട് അക്കിരിയായിരിക്കും കാണിക്കുക. അവൾ നടന്നു പോകുമ്പോൾ ഒരുപാട് മോൺസ്റ്റേഴ്സ് വരും. ദൂരെ നിന്ന് അമേലിയയും നൈറ്റും ഇത് കാണുന്നുണ്ടാവും. ആകാശത്തിൻ്റെ കളറൊക്കെ മാറും. അമേലിയ അത് തടയാൻ ശ്രമിക്കും. നൈറ്റും ആളുകളെ രക്ഷിക്കും. അപ്പോഴായിരിക്കും എനിക്ക് മാജിക് അറിയാമെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുക. അത് മറ്റവനായിരിക്കും. കിൽക്കിയെ കൊണ്ട് എല്ലാം ചെയ്തവൻ. അവൻ എൻ്റെ പേര് ഔറം. ഡീമൺ ലോഡ് ആണ് എന്നെ അയച്ചത്. അവൻ എന്നിട്ട് ഒരു ഫ്ലൂട്ട് ഊതി അവളുടെ ചുറ്റും ഒരു ബ്ലൂ ഫോഗ് പോലെയുള്ള സാധനം കൊണ്ടുവരും. പിന്നീട് അക്കിരയെ കാണിക്കും. അവൻ ഒരു മോൺസ്റ്ററിനെ കൊല്ലും. നൈറ്റ്, നീ സേഫ് അല്ലേ? പക്ഷേ അമേലിയ ഒറ്റയ്ക്കാണ്. അക്കിര ടെൻഷനായി അമേലിയയുടെ അടുത്തേക്ക് ഓടി വരുന്ന വഴി എന്നിട്ടൊരു മോൺസ്റ്ററിനെ കൊല്ലും. നൈറ്റിനോട് പുറകിലേക്ക് നിൽക്ക്. നൈറ്റ് അവിടെ നിന്ന് പറന്നു പോവും. അക്കിര ഷാഡോ മാജിക് ഉപയോഗിക്കും. എന്നിട്ട് അവിടെയുള്ള മോൺസ്റ്റേഴ്സിനെ ഒക്കെ കൊല്ലും. അക്കിര, ഞാൻ ആദ്യമായാണ് ഇത്രയ്ക്കും ഇമോഷണലായി ഷാഡോ മാജിക് യൂസ് ചെയ്യുന്നത്. അക്കിരയുടെ ഷാഡോ മാജിക് അവിടെയുള്ള എല്ലാ മോൺസ്റ്റേഴ്സിനെയും കൊല്ലും. ഒരു ഹ്യൂജ് മാജിക് ആയിരിക്കും. ഹീറോ എല്ലാത്തിനെയും കൊന്ന ശേഷം തളർന്ന് അമേലിയ എന്ന് വിളിച്ച് താഴെ വീഴുന്നതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ചെയ്യണമെന്നാണ്. അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണുന്നവരെ ബൈ ബൈ.